ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് ഇൻ മിനിറ്റ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ റൈസ് എന്ന് പറയുന്ന കവിതയാണ്. അത് എഴുതിയിരിക്കുന്നത് ചെമ്മനം ചാക്കോയാണ്. ഓക്കെ, അപ്പം ഈ പോയറ്റിനെ പറ്റി നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ ചെമ്മനം ചാക്കോ എന്ന് പറയുന്നത് ഒരു കവിയും അതുപോലെ തന്നെ അധ്യാപകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടേ, സാമൂഹ്യ വിഷയത്തിൽ ലളിതമായി കവിതകളിലൂടെ പറയുന്ന ഒരു കവിതയാണ്. അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ, സാമൂഹ്യ മാറ്റങ്ങൾ എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിഷയങ്ങൾ. അതുപോലെ തന്നെ വാക്കുകൾ ലളിതമായതുകൊണ്ട് സാധാരണ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ കവിതകളിൽ. അതുപോലെ തന്നെ നമ്മൾ ഇനി കവിതയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ കഥ പറയുന്നത് ഒരു മകൻ 4 വർഷം ഉത്തരേന്ത്യയിൽ പഠിക്കാൻ പോയൊരു മകനാണ്. അപ്പോൾ അവിടുത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ മടുത്ത് അവധിക്കാലത്ത് തിരിച്ചു വരുമ്പോൾ അവന്റെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങളും അവൻ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ അവൻ വിചാരിച്ച കാര്യങ്ങൾക്ക് വിപരീതമായി കണ്ട കാര്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ വയലിനെയും അതുപോലെ തന്നെ കൃഷിനെയും സംബന്ധിച്ചുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനി നമുക്ക് കവിതയിലേക്ക് പോവുകയാണെങ്കിൽ, ഈ കവിതയിൽ ഒരു മകൻ 4 വർഷം ഉത്തരേന്ത്യയിൽ പഠിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. അവിടെ അവൻ ദിവസവും ചപ്പാത്തി കഴിച്ച് മടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാട്ടിലെത്തി സ്വന്തം നാട്ടിലെ അരി കൊണ്ടുള്ള ചോറ് കഴിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് അവന്. ഓക്കെ, ട്രെയിനിലിരിക്കുമ്പോൾ തന്നെ അവൻ സ്വപ്നം കാണുന്നു. ഇപ്പോൾ നാട്ടിൽ നെൽകൃഷി നടത്തുന്ന സമയമായിരിക്കും. അച്ഛൻ പാടത്ത് കാളകളോടൊപ്പം ഉഴുതുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ ചെറുഭ്രാതാവ് നെൽച്ചെടികൾ എടുത്ത് നടാൻ പോയിരിക്കും. അമ്മ ചോറ് വേവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊക്കെ അവൻ മനസ്സിൽ കൂടെ ആലോചിക്കുകയാണ്. ഓക്കെ, പഴയ ഗ്രാമജീവിതം വളരെ സന്തോഷത്തോടെ ആ കുട്ടി ഓർക്കുകയാണ്. വീട്ടിലെത്തുമ്പം പക്ഷെ കാര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു. അവൻ വിചാരിച്ച പോലെയൊന്നുമില്ല. അതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നടന്നിരിക്കുന്നത്. മുമ്പ് നെൽവയലുണ്ടായിരുന്ന സ്ഥലത്ത് ഇനി റബ്ബർ ചെടികളും അടയ്ക്കാൻ മരങ്ങളും ആണ്. പാടത്ത് ആരുമില്ല, ഒഴിവുമില്ല, ശബ്ദവുമില്ല, എല്ലാം ശബ്ദം. അപ്പം നെല്ലുണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ റബ്ബറാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കമുകും ഉണ്ട്. അപ്പം അവൻ വിചാരിച്ച പോലെയൊന്നുമല്ല, നെല്ലില്ല, ഉഴുതില്ല, ശബ്ദമില്ല, ഭയങ്കര സൈലന്റ് ആയിട്ട് ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് അവൻ എത്തി. അപ്പൊ അച്ഛനെ കാണുന്നുണ്ട്. അച്ഛൻ പറയുന്നു, നെൽകൃഷിയൊക്കെ നിർത്തി, ലാഭമൊന്നുമില്ല, റബ്ബർ ചെയ്താൽ കുറച്ചുകൂടെ പൈസ കിട്ടും, സർക്കാർ അരി തരുന്നുണ്ടല്ലോ, നമുക്കിപ്പോൾ റബ്ബർ ഇനി ചെയ്യാം, നെൽകൃഷിയൊന്നും കൊള്ളത്തില്ലെന്നല്ല, കാര്യമില്ലെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നമുക്ക് മനസ്സിലാകുന്നത് എന്താ? ആളുകൾ പണം മാത്രം നോക്കി നെൽകൃഷി നിർത്തി. ഇനി സ്വന്തം ഭക്ഷണത്തിനായി സർക്കാരെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. അതായത് നമുക്കറിയാം, നെൽകൃഷി നിർത്തിയത് എന്തുകൊണ്ടാണ്? അതിന് ലാഭമില്ലാത്തതുകൊണ്ടാണ്. അതിനേക്കാളും ലാഭകരമായ ഒന്ന് വന്നപ്പോൾ അവർ ഇത്രയും കാലം ആശ്രയിച്ചുകൊണ്ടിരുന്ന നെൽകൃഷി നിർത്തി. ഇനിയിപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി തന്നെ സർക്കാരിന്റെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു. അവസാനത്തിൽ കവി ചെറിയ ഒരു കാര്യം പറയുന്നു. മുഖ്യമന്ത്രി പോലും കൂടുതൽ ധാന്യം ചോദിക്കാൻ പറന്നു പോകുന്നു. കാരണം ഇവിടെ ആരും നെൽകൃഷി ചെയ്യുന്നില്ല. നമ്മുടെ കേരളത്തിൽ നെൽകൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ചെയ്യുന്നില്ല, ചെയ്യുന്നവരുടെ എണ്ണം കുറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നെൽകൃഷി അന്യ സംസ്ഥാനത്ത് നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി അതുപോലെ തന്നെ വിമാനം പിടിച്ച് പോവുകയാണെന്നാണ് പറയുന്നത്. അവസാനം കവിത നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, പണം മാത്രം നോക്കി ജീവിതം നയിച്ചാൽ നമുക്ക് സ്വന്തം ഭക്ഷണവും സ്വയം പര്യാപ്തതയും നഷ്ടപ്പെടും. സത്യമാണ്. അത് നമ്മൾ ആലോചിക്കുമ്പോൾ അതൊരു ഫാക്റ്റാണെന്ന് നമുക്ക് തോന്നും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൈസ എന്ന് പറയുന്നതിന്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ പൈസ വേണം ജീവിക്കാൻ, പക്ഷെ പൈസ മാത്രമായി പോകരുത്. അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം കടയിൽ നിന്ന് വാങ്ങിയാൽ പോരെ. എന്തിനാ കഷ്ടപ്പാടുണ്ട് ഇതിനൊക്കെ? പക്ഷെ അതിന് എന്തോ കഷ്ടപ്പാടുണ്ടെങ്കിലും അതിന് നല്ലൊരു ഫലമുണ്ട്. വിഷമടിക്കാത്ത ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും, സ്വയം പര്യാപ്തതയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇല്ല, പൈസയുണ്ട്, ഞാൻ വാങ്ങിച്ചോളാം, മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വയം പര്യാപ്തത അതുപോലെ തന്നെ നമ്മുടെ കഴിവും നഷ്ടമാകും എന്നാണ് പറയുന്നത്. ഇതൊരു സാധാരണ കവിതയല്ല, കേരളത്തിലെ കൃഷി മാറ്റത്തെക്കുറിച്ചുള്ള സാമൂഹ്യ വിമർശനമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം.